പാലൂർ തൈപ്പൂയ രഥോത്സവം 2026 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ. പാലൂർ തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. മുൻ മന്ത്രി VS സുനിൽകുമാർ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മഹാരഥോത്സവത്തിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് M ഷംസുദ്ദീൻ നിർവഹിച്ചു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വെച്ച് പാലൂർ ഷൺമുഖ പുരസ്കാരം അഖിൽമാരാർക്ക് ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണൻ പണിക്കർ സമ്മാനിച്ചു. കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരതാ പുരസ്കാരം വിമുക്ത ഭടൻ സജീവ് കുമാറിന് സമ്മാനിച്ചു. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രനാണ് പുരസ്കാരം സമ്മാനിച്ചത്. മുൻ MLA CP മുഹമ്മദ്, ഡോക്ടർ തൃത്താല ശങ്കരകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജി കട്ടുപ്പാറ, പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ പൊട്ടിപ്പാറ, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ, V ബാബുരാജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മഹാരഥോത്സവ തൃക്കൊടിയേറ്റ ചടങ്ങിന് ഗുരുവായൂർ മുൻ മേൽശാന്തി ഹരീഷ് നമ്പൂതിരി നേതൃത്വം നൽകി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ചടങ്ങിൽ അനുമോദനവും നൽകി. നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങളെ, ഭാരതീയമായിട്ട് നമുക്ക് ഈ രാജ്യത്തിന് ലഭിച്ച അറിവുകളെ പുച്ഛിക്കാനും പരിഹസിക്കാനും ഈശ്വര വിശ്വാസത്തെ ഇല്ലാതാക്കാനും എന്തിനേയും അടച്ചാക്ഷേപിക്കാനും എന്തിനേയും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും ഒന്നിൽ ഒരു ചെറിയ നന്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാത്രം സ്വീകരിക്കാൻ പഠിക്കും. അതിൽ ധാരാളം തെറ്റുകൾ ഉണ്ടായേക്കാം. പക്ഷെ അത് തള്ളിക്കളയുമ്പോൾ, ഒരാൾ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അയാൾക്ക് എല്ലാം നൽകുമെന്ന ചിന്തയിലല്ല പ്രാർത്ഥന. നിങ്ങൾ അയാൾക്ക് പ്രിയപ്പെട്ടവനായി മാറുക, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മൂർത്തിക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഈശ്വരന് പ്രിയപ്പെട്ടവനായി മാറാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും.